ഈശംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചന ഭാഗം. ഇന്ന് സഭ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് കർത്താവിൻ്റെ ശിഷ്യത്വത്തിൻ്റെ ഏറ്റവും മഹനീയമായ ഒരു പുണ്യത്തെക്കുറിച്ചാണ്. യേശുവിൻ്റെ ഭൗതിക ജീവിതകാലത്ത് അവൻ്റെ കർമ്മപദ്ധതിയുടെ ഏറെ ഭാഗവും ചെലവഴിച്ചത് ആലംബഹീനർക്ക് അവലംബമായി തീർന്നുകൊണ്ടാണ്. രോഗികൾക്ക് സൗഖ്യം കൊടുത്ത്, അന്ധർക്ക് കാഴ്ചയും ബധിരർക്ക് കേൾവിയും, ജീവൻ നഷ്ടപ്പെട്ടവർക്ക് പുതുജീവനും നൽകി അവിടുന്ന് അനുഗ്രഹമായി മാറുക. കുഷ്ഠരോഗികളെയും മഹോദര രോഗികളെയും അവിടുന്ന് സുഖപ്പെടുത്തി. വിശക്കുന്നവന് അപ്പം നൽകാൻ അവൻ അല്പം വർദ്ധിപ്പിച്ചു. അത്ഭുതങ്ങളുടെ ഒരു പെരുമഴക്കാലമായിരുന്നു യേശുവിൻ്റെ പരസ്യ ജീവിതകാലം. യേശുവിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ പൊതുജനം വളരെ കൗതുകത്തോടെ, ആനന്ദത്തോടെ, അഭിമാനത്തോടെ ഏറ്റെടുത്തപ്പോൾ അതിനെല്ലാം വിമർശനത്തിൻ്റെ കണ്ണുകൊണ്ട് കാണാനും അവനിൽ കുറ്റം ആരോപിക്കാനും പരിശ്രമിച്ചു കൊണ്ടിരുന്ന നിയമജ്ഞരുടെയും ഫരിസേയരുടെയും ഹെറോദോസ് പക്ഷക്കാരുടെയും ഒക്കെ ഗുരുതരമായ വീഴ്ച ഇവിടെ നമ്മൾ വചനത്തിൽ കണ്ടെത്തുകയാണ്. മഹോദര രോഗിയായ ഒരു മനുഷ്യൻ യേശുവിൻ്റെ പ്രസംഗം കേൾക്കാൻ തടിച്ചുകൂടിയ ജനാരവത്തിൽ ഉണ്ടായിരുന്നു. അവൻ നടുക്കോട്ട് മാറി നിൽക്കാനും നിന്റെ രോഗത്തിൽ നിന്ന് നിനക്ക് സൗഖ്യമുണ്ടാകട്ടെ എന്നുമൊക്കെ ഈശോ ആഗ്രഹിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. കൈ സൂക്ഷിച്ചവനെ അവൻ സുഖപ്പെടുത്തുമ്പോഴും ഇത് തന്നെയാണ് അവിടുന്ന് പറയുക. ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നടക്കുമ്പോൾ സാബത്ത് ദിവസം അവൻ കൽപ്പിച്ചതും പ്രവർത്തിച്ചതുമൊക്കെ താരതമ്യപ്പെടുത്തി കുറ്റപ്പെടുത്തലിനാണ് ഫരിസേയരും നിയമജ്ഞരും ശ്രമിക്കുക. അവൻ നടുക്കോട്ട് മാറി നിന്നതും കൈ ഉയർത്തിയതുമൊക്കെ സാബത്തിലെ നിശ്ചിതമായ ആചാരങ്ങളായിട്ട് അവർ കണക്കാക്കുകയാണ്. യേശുവിൻ്റെ അത്ഭുതങ്ങൾ കണ്ടവരും കേട്ടവരും അവൻ്റെ പിന്നാലെ തിക്കിത്തിരക്കിയപ്പോൾ ഫരിസേയരും നിയമജ്ഞരുമൊക്കെ വെറുളി പൂണ്ട് അവനെ നശിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. കടൽ തീരത്തിൽ അവൻ ചെന്നപ്പോൾ വലിയ ജനാരവം അവൻ്റെ അടുത്ത് തിക്കിക്കൂടുക. അവനെ ഒന്ന് സ്പർശിച്ചാൽ എൻ്റെ രോഗം മാറും എന്ന വിശ്വാസത്തോടെ, ബോധ്യത്തോടെ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാലഘട്ടത്തിൽ ക്രിസ്തുവിൻ്റെ പ്രബോധനവും ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും തീർന്നു പോയിട്ടില്ല. ഇന്നും അത്ഭുതങ്ങളും അടയാളങ്ങളും അവൻ്റെ ദിവ്യ സാന്നിധ്യത്തിൽ, ദിവ്യകാരുണ്യത്തിൻ്റെ നിറവിൽ, അതിൻ്റെ പുണ്യത്തിൽ, അതിൻ്റെ സാന്നിധ്യത്തിൽ ഇന്നും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ സ്വന്തമാക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ എന്നതാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ ബോധ്യങ്ങൾ നഷ്ടപ്പെട്ട്, എൻ്റെ വിശ്വാസത്തിൻ്റെ ഉരകല്ലായ എൻ്റെ സഹനങ്ങളും രോഗങ്ങളും ഒക്കെ അവൻ്റെ സന്നിധിയിൽ ഇറക്കി വെക്കാൻ ഞാൻ എത്രമാത്രം പരിശ്രമിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കുവാൻ ഇന്നത്തെ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ പാദാന്തികത്തിൽ നമ്മുടെ രോഗപീഠകൾ ഇറക്കി വെച്ച് സൗഖ്യം നേടാൻ, ആനന്ദിക്കാൻ, അഭിമാനിക്കാൻ നമുക്ക് അനുഗ്രഹീതരായി തീരേണ്ടതുണ്ട്. എൻ്റെ മനോഭാവങ്ങളിലേക്ക് ഒന്ന് വിരൽ ചൂണ്ടാൻ ഈശോ ആഗ്രഹിക്കുന്നു. ജനക്കൂട്ടത്തോട് അനുകമ്പ തോന്നി അവൻ്റെ രോഗങ്ങളും വേദനകളും അസ്വസ്ഥതകളും എടുത്തു മാറ്റാൻ ജീവിതത്തിൻ്റെ ലഭ്യമായ മണിക്കൂറുകളൊക്കെ ചെലവഴിക്കുന്ന തമ്പുരാനെ നമ്മൾ കാണുന്നു. അവൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഏറ്റുവാങ്ങാൻ വേണ്ടി ജനക്കൂട്ടം അവന് ചുറ്റും തിക്കിക്കൂടുന്നു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിലെങ്കിലും ഒന്ന് തൊട്ടാൽ സൗഖ്യം നേടുമെന്ന ബോധ്യത്തോടെ. മൂന്നാമതൊരു കൂട്ടർ വിമർശനത്തിൻ്റെ കണ്ണുകളുമായി അവന് ചുറ്റും തിരക്കിക്കൂടുക. ഇവൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും പോരായ്മകളുണ്ട് എങ്കിൽ, നിയമനിഷേധമുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള വ്യഗ്രതയോടെ. ഇതിൽ രണ്ട് മനോഭാവങ്ങൾ നമുക്കുണ്ടാകണം. ഒന്ന് യേശുവിൻ്റെ മനോഭാവം. നമുക്ക് ചുറ്റുമുള്ളവർക്ക്
നമുക്ക് ചുറ്റും തിരക്കിക്കൂടുന്ന ജനത്തിന്, നമ്മുടെ ദൈവജനത്തിന്, അയൽവാസികൾക്കൊക്കെ ഈ അനുകമ്പയുടെ, സഹിഷ്ണുതയുടെ നോട്ടം കൊടുക്കാൻ, അവൻ്റെ ആവശ്യങ്ങളിൽ ഇറങ്ങിച്ചെന്ന് അവനെ സഹായിക്കാനുള്ള നല്ല മനസ്സ്, തങ്ക മനസ്സ് നമുക്ക് സ്വന്തമാക്കണം. രണ്ടാമതൊന്ന്, യേശുവിൻ്റെ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പിന്നാലെ ഓടിയെത്താൻ. അവൻ എന്നെ ഒന്ന് സ്പർശിച്ചാൽ, ഞാൻ അവനെ ഒന്ന് തൊട്ടാൽ മതി, എൻ്റെ രോഗം സുഖം പ്രാപിക്കും. ഒന്ന് തൊട്ടാൽ മതി യേശുവേ, എൻ്റെ രോഗങ്ങളും കടബാധ്യതകളും എൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളും എൻ്റെ മനസ്സിൻ്റെ അസ്വസ്ഥതകളുമെല്ലാം മാറിപ്പോകുമെന്നുള്ള വലിയ വിശ്വാസത്തിൻ്റെ തേജോഗോപുരങ്ങളായി മാറാൻ നമ്മളെ അവിടുന്ന് ക്ഷണിക്കുന്നുണ്ട്. എന്നാൽ മൂന്നാമത്തെ ഒരു കൂട്ടര് വിമർശനത്തിൻ്റെ കണ്ണുകളോടെ അവനെ നോക്കുക. സഭയിൽ ഇക്കൂട്ടര് ഇപ്പോഴുമുണ്ട്. എല്ലാത്തിനെയും സംശയത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ ആഗ്രഹിക്കുന്ന, എവിടെയും ചോദ്യങ്ങൾ ഉയർത്തുന്ന, വിമർശനങ്ങൾ ഉയർത്തുന്ന, അതും മറ്റുള്ളവരുടെ നാശം കൊതിക്കുന്ന ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസത്തിൻ്റെ വക്താക്കളായിട്ട് ചിലർ നമ്മുടെ എല്ലാ ഇടവകളിലുമുണ്ട്. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയണം. അവനെ പുൽകലാണ്, അവനെ ചേർത്ത് പിടിക്കലാണ്, അവനെ സ്വന്തമാക്കലാണ് ക്രിസ്ത്യാനിയുടെ ആവശ്യം. ആ ബോധ്യത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം, ക്രിസ്തുവിൻ്റെ സഹിഷ്ണുതയുടെ, സഹാനുഭൂതിയുടെ മനോഭാവമായിട്ട്. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.